മക്കളെ, ഇന്ന് നമുക്ക് മധുർ വചൻ പഠിക്കാം. കബീർദാസ് അതുപോലെ തന്നെ തുളസീദാസ്, റഹീം ഇവരുടെ 3 പേരുടെയും ദോഹയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദോഹെ എന്ന് പറഞ്ഞാൽ ഈരടികൾ എന്നാണ്. അതായത് അർത്ഥവത്തായിട്ടുള്ള ഈരടികളാണ് ദോഹെ. നമുക്ക് നോക്കാം കബീർദാസിനെ കുറിച്ച്. കബീർദാസ് കാശിയിലാണ് ജനിച്ചത്. അദ്ദേഹം മധ്യകാലീന ഭാരതത്തിലെ ഭക്തി കവിയായിരുന്നു. ഭക്തകവിയായ അദ്ദേഹം സാക്കി, സബദ്, രമൈനി അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ. തുളസീദാസ് രാമഭക്ത കവിയായിരുന്നു. അദ്ദേഹം രാമചരിതമാനസ്, വിനയ പത്രിക, കവിതാവലി, ഗീതാവലി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ്. പിന്നെ റഹീമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്ദുൾ റഹീം ഗാൻഗാന എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഭക്തികാലത്തിലെ പ്രമുഖ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മം ദില്ലിയിൽ. അദ്ദേഹം ബ്രജഭാഷയാണ് പ്രയോഗിക്കുന്നത്. നീതി, പ്രേം ആദി വേ സ്മരണീയ. അദ്ദേഹത്തിൻ്റെ രചനകൾ നീതിയും സ്നേഹവും ഒക്കെയാണ് ഉള്ളത്. റഹീമിൻ്റെ പ്രധാന കൃതികൾ, പ്രമുഖ രചനകൾ എന്ന് പറയുന്നത് റഹീം, ദോഹാവലി, ബർബൈ ആദി മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ. ഇനി നമുക്ക് ദോഹയെ നോക്കാം. ദോഹയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഐസി വാണി ബോലിയെ മനക്ക ആപ്പാ ഗോയ് अपना തൻ സീതൾ കരേം ഔരൻകോ സുഖ് ഹോയ്. ഐസി പറഞ്ഞ ഇങ്ങനെയുള്ള ബാണി വാക്കുകൾ ബോലിയെ പറഞ്ഞാലും, മനക്ക ആപാ ഗോയ് മനസ്സിൻ്റെ ആപ അഹങ്കാരം, ഗോയ് നഷ്ടപ്പെടുത്തുന്ന, അതായത് മനസ്സിന് അഹങ്കാരമില്ലാത്ത രീതിയിൽ സംസാരിക്കുക. അങ്ങനെയുള്ള സംസാരമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പന തൻ സീതൾ കരെ ഔരൻകോ സുഖ് ഹോയ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പന തൻ സ്വന്തം ശരീരം, തൻ ശരീരം, സീതൾ കരയും നമുക്ക് തണുപ്പുള്ളതാക്കി നിർത്താൻ പറ്റും. തണുപ്പിച്ച് വെക്കുക, ശരീരത്തിനെയും മനസ്സിനെയും ശാന്തമാക്കുക എന്നർത്ഥം. നമ്മൾ സമാധാനത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുകയാണെങ്കിൽ നമുക്കും നല്ലതാണ്. നമ്മുടെ ശരീരത്തിനും എന്താണ് ശീതളമാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിനെ ശരീരത്തിനെയൊക്കെ ശാന്തമാക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല ഔരൻകോ സുഖുഹോയ്, മറ്റുള്ളവർക്ക് അതെന്താണ് സുഖുഹോയ്, സുഖവും കൂടിയാണ്. സന്തോഷവും സുഖവും സമാധാനവും അവർക്കും നൽകും. ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന വാക്കുകൾ പറയുക. നിങ്ങളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന വാക്കുകൾ പറയുക. അത്തരം മധുരമുള്ള വാക്കുകൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ എങ്ങനെയുള്ള വാക്കുകൾ പറയുക? അഹങ്കാരമില്ലാതെ, അഹങ്കാരം വെടിഞ്ഞിട്ട് സംസാരിക്കുക. അത് നിങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് നോക്കാം. ഐസി പറഞ്ഞ ഇങ്ങനെയുള്ള, ബാണി പറഞ്ഞ വാണി വാക്കുകൾ, ബോലിയെ പറഞ്ഞാലും, മൻ മനസ്സ്, ആപ അഹങ്കാരം, ഗോയ് ഉപേക്ഷിക്കുക, എന്താ പറയുക ചോടന എന്നുള്ള അർത്ഥം കേട്ടോ. ഗോയ് പറഞ്ഞാൽ മൻക ആബ ഗോയ് അഹങ്കാരം ത്യജിക്കുക. മൻക ആബ ഗോയ് പറഞ്ഞാലും അഹങ്കാരം ത്യജിക്കുക. അപ്പന സ്വന്തം, തൻ ശരീരം, സീതൾ ശീതൾ എന്നർത്ഥം തണുപ്പിക്കുന്ന, ഔരൻ മറ്റുള്ളവർക്ക്, സുഖ് സുഖം, ഹോയ് ഹോത്താഹ നൽകുന്നു, ഇതുവരെയാണ് കേട്ടോ സുഖ് ഹോയ്. അതാണ് ഫസ്റ്റ് ദോഹയിലെ അർത്ഥങ്ങളാണ് ഇതെല്ലാം. ഇനി നമുക്ക് സെക്കൻഡ് ദോഹ നോക്കാം. സാധു എയ്സാ ചാഹിയേ ജയ്സാ സൂപ്പ് സുബായ്, സാര് സാര് കോ ഗഹി രഹേ ദോദാ ദേയി ഉഡായ്. നമുക്ക് ആദ്യം മീനിങ് നോക്കാം. സാധു പറഞ്ഞ സന്യാസി, സജ്ജനം എന്നൊക്കെയുള്ള അർത്ഥമാണ്. സജ്ജനങ്ങൾ. ഐസാ ചാഹിയെ ഇങ്ങനെയാവണം. ജൈസ പറഞ്ഞ പോലെ. സൂപ്പ് മുറം. സുബായ് എന്ന് പറഞ്ഞ സ്വഭാവം. സാര് സാര് ഗുണമുള്ളത്. ഗഹീരഹെ സ്വീകരിക്കുക, ഗ്രഹണം ചെയ്യുക എന്നുള്ള അർത്ഥം, സ്വീകരിക്കുക. ദോധ ഗുണമില്ലാത്തത്. ഉടായി പറത്തുക. തായാണ് ഇട്ടത്, പറത്തുക എന്നാണ്. പറത്തിക്കളി, അതായത് മുറത്തിലിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ ചേറുമല്ലോ, ചേർന്ന സമയത്ത് എന്താണ് ഗുണമുള്ളതിനെ മുറ അവിടെ വെക്കും, ഗുണമില്ലാത്തതിനെ താ എന്നുള്ള തെറ്റിപ്പോയത്. തായാണ് കേട്ടോ, പറത്തുക, തായാണ്. ഇനി നോക്കാം.
സാധു ഐസ ചാഹിയ. സാധു പറഞ്ഞാൽ സജ്ജനങ്ങൾ ഇങ്ങനെയുള്ളവരായിരിക്കണം. സജ്ജനം എന്നോ സന്യാസി എന്നോ അർത്ഥമുണ്ട് സാധു എന്നതിന് കേട്ടോ. നല്ല ആളുകൾ. നല്ല ആളുകൾ എങ്ങനെയായിരിക്കണം? ജയ്സ സൂപ്പ് സുബായ്. സൂപ്പ് പറഞ്ഞ മുറം, സുബായ് പറഞ്ഞ സ്വഭാവം, ജയ്സ പറഞ്ഞ പോലെ. അപ്പം മുറത്തിൻ്റെ സ്വഭാവം പോലെ ആവണം നല്ല ആളുകളുടെ സ്വഭാവം. മുറത്തിൻ്റെ സ്വഭാവം എന്താണ്? മുറത്തിൽ ധാന്യമിട്ട് ചേറിക്കഴിഞ്ഞാൽ നല്ലതിനെ മുറം സ്വീകരിക്കും, ചീത്തതിനെ മുറം പുറന്തള്ളും അല്ലേ? അതുപോലെ ആയിരിക്കണം. നല്ലത് സ്വീകരിക്കണം, ചീത്തത് നമ്മൾ പുറന്തള്ളണം. സാര് സാരുക്കോ ഗഹീരഹേ ദോദാ ദെയ്യി ഉടായ്. സാര് 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 പറഞ്ഞാൽ ഗുണമുള്ളത്. ഗുണമുള്ളതിനെ ഗഹീരഹേ ഗ്രഹണം ചെയ്യുക, ആകിരണം ചെയ്യുക, ഗുണമുള്ളതിനെ സ്വീകരിക്കുക. ദോദാ ദേയി ഉടായ്. ദോദ പറഞ്ഞാൽ ഗുണമില്ലാത്തത്. ഗുണമില്ലാത്തതിന് എന്ത് ചെയ്യണം? ഉടായ് പറത്തുക, അതായത് ഉപേക്ഷിക്കുക എന്നർത്ഥം. നോക്കാം. ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ ഒരു സജ്ജനത്തിൻ്റെ സ്വഭാവം ഒരു മുറം പോലെ ആയിരിക്കണം. ഒരു മുറം എങ്ങനെയാണോ ധാന്യത്തിനെ അവിടെ നിലനിർത്തുകയും ഉപയോഗശൂന്യമായിട്ടുള്ള പതിര് അങ്ങനെ പോലെയുള്ള സാധനങ്ങളൊക്കെ പുറന്തള്ളുകയും ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയായിരിക്കണം? അതുപോലെ ആയിരിക്കണം ആര്? നല്ല ജനങ്ങൾ. നല്ലതിനെ സ്വീകരിക്കണം, ചീത്തതിനെ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണം. മനസ്സിലായല്ലോ? മീനിങ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇനി നമുക്ക് അടുത്ത ദോഹ നോക്കാം. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ എല്ലാ ആൻസറും കൂടെ ഒന്നിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. എല്ലാ ആൻസറും കൂടെ ഒന്നിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എല്ലാ ദോഹയും ഒന്ന് പഠിക്കാം. അതിനുശേഷം എല്ലാത്തിൻ്റെയും ആൻസർ ഒന്നിച്ച് ചെയ്യാം. ഓക്കെ. ദയാ ധർമ്മ കാ മൂൽ ഹേ പാപ മൂൽ അഭിമാൻ. തുളസി ദയാ ന ചോടിയെ ജബ് തക് ഗഡ് में प्राण. സജീവ് വൈദ്യ ഗുരു തീനി ജോ പ്രിയ ബോലഹി ബൈ ആസ്. രാജധർമ്മ തൻ നീതി തൻ തീനി കർ ഹോയി ബേഗിഹീം നാസ്. നോക്കാം. ദയാ ധർമ്മക്ക മൂല്ഹേ. ദയ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ, മതത്തിൻ്റെ അടിസ്ഥാനമാണ്. പാപമൂല് അഭിമാൻ. അഭിമാൻ എന്നത് ഇവിടെ അഹങ്കാരം എന്നാണ് കേട്ടോ അർത്ഥം. അഹങ്കാരം പാപത്തിൻ്റെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിസ്ഥാനമാണ്. തുളസി ദയ അന്ന ചോടിയേ. തുളസീദാസ് പറയുകയാണ്, ദയ അന്ന ചോടിയെ, നിങ്ങൾ ഒരിക്കലും ദയ ഉപേക്ഷിക്കരുത്. ജബ് തക്ക് ഗഡുമേ പ്രാൺ. എപ്പോൾ വരെയാണോ നിങ്ങളുടെ ഗഡ് പറഞ്ഞ ശരീരം, നിങ്ങളുടെ ശരീരത്തിൽ എപ്പോൾ വരെയാണോ നിങ്ങളുടെ ശരീരത്തിൽ പ്രാണനുള്ളത് അത്രയും നിങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ എന്തുപേക്ഷിക്കരുത്? ദയ ഉപേക്ഷിക്കരുത് എന്ന് തുളസീദാസ് നമ്മളോട് പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ദയയാണ് നീതിയുടെ വേര്, അഹങ്കാരമാണ് പാപത്തിൻ്റെ വേര്. ദയയാണ് നീതിയുടെ വേര്, എന്താ പറയുന്നത്? അഹങ്കാരം പാപത്തിൻ്റെ വേരാണ്. ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ദയ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് തുളസീദാസ് നമ്മളോട് പറയുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ദയ പറഞ്ഞ ദയ തന്നെ. ധർമ്മം, മൂല് അടിസ്ഥാനം, പാപ് പാപം, അഭിമാൻ അഹങ്കാരം, ജബ് എപ്പോൾ, തക്ക് വരെ, ഗഡ് ശരീരം, പ്രാണൻ ജീവൻ, അതുവരെയാണ് ഉള്ളത്. ബാക്കി അടുത്ത ദോഹേൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. സജീവ് വൈദ്യ ഗുരു തീനി ജോം പ്രിയ ബോലഹി ബൈ ആസ്. രാജധർമ്മ തൻ തീനി കർ ഹോയി ബേഗിഹീം നാസ്. സജീവ് പറഞ്ഞ മന്ത്രി, വൈദ്യ പറഞ്ഞ വൈദ്യൻ ഡോക്ടർ, ഗുരു പറഞ്ഞ ഗുരു അധ്യാപകൻ, തീനി പറഞ്ഞ തീനോം, ജോം പ്രിയ ബോലഹി പറഞ്ഞാൽ മധുരമുള്ളത് സംസാരിക്കാം, മധുരമായിട്ട് മറ്റുള്ളവർക്ക് ഇമ്പമുള്ളത്, കേൾക്കാൻ ഇമ്പമുള്ളത് മാത്രം പറയാം, നല്ലത് മാത്രം പറയാം, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പറയാം. എന്താ പറയുക, മുഖസ്തുതി പറയാന്നൊക്കെ പറയല്ലോ, അതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷം സമാധാനം നൽകുന്നത് മാത്രം പറയുക. ബൈ ആസ്, അത് ഭയം കൊണ്ടായാലും അത്യാഗ്രഹം കൊണ്ടായാലും. ലാലച്ച് എന്നാണ് ഇവിടെ ആസ് എന്നതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. ലാലച്ച് പറഞ്ഞ കൊതി, അത്യാഗ്രഹം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പം എന്താണ്, ഭയമായാലും അത്യാഗ്രഹമായാലും എന്തുകൊണ്ടായാലും മന്ത്രിയും അതുപോലെ തന്നെ ഡോക്ടറും അധ്യാപകനും ഒക്കെ ഇവർ 3 പേരും മധുരമായിട്ടുള്ളത് മാത്രം, മറ്റുള്ളവർക്ക് സന്തോഷപ്രദമായ കാര്യം മാത്രം പറയുകയാണെങ്കിൽ രാജധർമ്മ തന് തീനീക്കർ
ഹോയി ബേഗിഹീം നാസ്, രാജ്യം, രാജ്യം, ധർമ്മം, ശരീരം, രാജ്യവും ധർമ്മവും ശരീരവും, തീനി, തീനവും, മൂന്നും. ഹോയി ബേഗിഹീം നാസ്, ബേഗിഹ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? നാസ്, നശിക്കുന്നു. ഈ 3 പേര് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാതിരുന്നാൽ രാജ്യവും ധർമ്മവും ശരീരവും നശിക്കും. ശരിയല്ലേ? ഒന്നുകൂടെ പറയാം. ഭയം കൊണ്ടോ ലോഭം കൊണ്ടോ, ലോഭം പറഞ്ഞാൽ അത്യാഗ്രഹം, ഭയം കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ മന്ത്രി, ഡോക്ടർ, അധ്യാപകൻ, മന്ത്രി, വൈദ്യൻ, ഗുരു എന്നിവർ മധുരവാക്കുകൾ മാത്രം പറഞ്ഞാൽ രാജ്യവും മതവും ശരീരവും 3 പെട്ടെന്ന് നശിക്കും. മനസ്സിലായല്ലോ? നമുക്ക് തന്നെ അറിയാൻ പറ്റൂലേ ആ കാര്യം. ഡോക്ടറാണെങ്കിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. അധ്യാപകനാണെങ്കിൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും നല്ല വഴികാട്ടിയാവുകയും ചെയ്യണം. അപ്പം അതുപോലെ നമ്മൾക്ക് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടവർ അങ്ങനെ തന്നെ ചെയ്യണം. അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചു കഴിഞ്ഞാൽ രാജ്യവും ധർമ്മവും ശരീരവും ഒക്കെ നശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ദോഹയാണിത്. ഇനി നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. സജീവ്, മന്ത്രി, വൈദ്യ, വൈദ്യൻ, ഗുരു, ഗുരു, അധ്യാപകൻ, തീനി, 3, പ്രിയ ബോലഹി, മധുരമുള്ളത് പറയുക, മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇമ്പമുള്ളത് പറയുക, ബൈ, ഭയം, ആസ് പറഞ്ഞ ലാലജാണ്, അത്യാഗ്രഹം, കൊതി, ലോഭം എന്നൊക്കെയുള്ള അർത്ഥം, രാജ്, രാജാവ്, ധർമ്മ, ധർമ്മം, തൻ, ശരീരം, തീനി, 3, ബേഗിഹി, പെട്ടെന്ന്, നാസ്, നാശം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. അടുത്ത ദോഹ. ഈ ഒരു 2 ദോഹയോട് കൂടി നമ്മുടെ ദോഹകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ വരുന്നത് നമുക്ക് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസറാണ്. എല്ലാ ദോഹകളുടെയും ക്വസ്റ്റ്യൻ ആൻസർ ഒന്നിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. മൻ മോത്തി അരു ദൂത് രസ്, ഇൻകി സഹജ് സുബായ്, ഫഡ് ജായേ തോ നാ മിലേ കോഡിൻ കരോ ഉബായ്. മൻ മോത്തി, മൻ പറഞ്ഞ മനസ്സ്, മോത്തി പറഞ്ഞ മുത്ത്, അരു പറഞ്ഞ പുഷ്പം, പൂവ്, ദൂത് പാല്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്? മനസ്സ്, മുത്ത്, പൂവ്, പാല്. എനിക്ക് സഹജ് സുബായ്, സുബായ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് സ്വഭാവം. എനിക്ക് സഹജ്, ഇതിൻ്റെ സഹജ സ്വഭാവം, ലളിത സ്വഭാവമാണ് ഇതിന് ഉള്ളത്. ഫഡ് ജായേത്തോ നാമിലെ, ഫഡ് ജാന പറഞ്ഞാൽ കീറിപ്പോവുക, കേടായി പോവുക എന്നൊക്കെയുള്ള അർത്ഥം. ഫഡ് ജായത്തോ പൊട്ടിപ്പോവുക, അതായത് നമുക്കിവിടെ പാലും മുത്തും മനസ്സൊക്കെ അതിനെക്കൊണ്ട് അത് തകർന്നു പോവുക എന്ന അർത്ഥത്തിൽ എടുക്കാം. അതെല്ലാം തകർന്നു പോവുകയാണെങ്കിൽ ജായേത്തോ നാമിലെ, അതിനെ ഒന്നിച്ചു ചേർക്കാൻ സാധിക്കുകയില്ല. കോഡിൻ കരോ ഉബായ്, കോഡിൻ പറഞ്ഞാൽ കോടിക്കണക്കിന്, കരോട് കോടിക്കണക്കിന്, ഉബായ് കരോ, ഉബായ് പറഞ്ഞാൽ ഉപായം ചെയ്യുക, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും അത് നമുക്ക് എന്തിനു പറ്റില്ല എന്ന്, പഴയതുപോലെ കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടെ നോക്കാം. മനമോത്തി അരു ദൂത് രസ് ഇൻകി സഹജ് സുബായ്, ഫഡ് ജായേ തോ നാ മിലേ കോഡിൻ കരോ ഉബായ്. കോടിക്കണക്കിന് ഉപായങ്ങൾ ചെയ്തു നോക്കിയാലും എത്ര ശ്രമിച്ചാലും കേടായി പോയ മനസ്സിനെയോ മുത്തിനെയോ പാലിനെയോ പൂവിനെയോ നമുക്ക് പഴയ പടി തന്നെ ആക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. തൻ പറഞ്ഞ ശരീരം, തീനി 3, ബേഗഹീം നമ്മൾ നേരത്തെ പറഞ്ഞ മീനിങ് ആണ് അല്ലേ, സോറി. മൻ പറഞ്ഞ മനസ്സ്, മോത്തി മുത്ത്, അരു പുഷ്പം, ദൂത് പാൽ, സഹജ് ലളിതം, സുബായ് സ്വഭാവം, ഫഡ് ജായത്തോ ചീത്തയാവുകയാണെങ്കിൽ, പൊട്ടിപ്പോവുകയാണെങ്കിൽ, കോഡിൻ കോടി, ഉബായ് ഉപായം, ധാഗ ചരട്, കോഡിൻ കോടി, ഉബായ് ഉപായം. ഇതുവരെ നമുക്കിപ്പോൾ നോക്കാം. ബാക്കി ഇനി അടുത്ത് വരുന്ന ദോഹയുടെ മീനിങ് ആണ് കേട്ടോ. ഉബായ് പറഞ്ഞാൽ ഉപായം.
നമുക്ക് നോക്കാം. രഹിമൻ ദാഗാ പ്രേമക്ക മത് തോരോ ചടുക്കായ് ടൂട്ടെ പൈ ഫിർ നാ ജുരേ ജുരേ ഗാണ്ട് പരി ജായ്. രഹിമൻ ദാഗാ പ്രേമക്ക. രഹീം പറയുകയാണ്, ദാഗ പറഞ്ഞ ചരട് അല്ലെങ്കിൽ നൂല് എന്നർത്ഥം. പ്രേമ പറഞ്ഞ പ്രേമം, സ്നേഹം, സ്നേഹത്തിന്റെ ചരട്. മത്ത് തോരോ ചടുക്കായ്. മത്ത് തോരോ ചടുക്കായ് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിക്കരുത്. സ്നേഹമാകുന്ന ചരട് പെട്ടെന്ന് പൊട്ടിക്കരുത്. മത്തു തോരോ ചടുക്കായ്. ടൂട്ടെ പൈ ഫിർ നാ ജുരേ. അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ, ടൂട്ട്ന പറഞ്ഞാൽ പൊട്ടിക്കുക, ഫിർ വീണ്ടും, നാ ജുര യോജിക്കില്ല. അതിനെ അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ എന്താണ്? ഫിർ നാ ജുര വീണ്ടും അതിനെ യോജിപ്പിക്കാൻ സാധിക്കുകയില്ല. ജുരേ ഗാണ്ട് പരിജായ്. ഇനി നമ്മൾ അതിനെ യോജിപ്പിക്കുകയാണെങ്കിൽ തന്നെ അതിൽ പരിജായ് പടിജാത്താഹേ, അതായത് കെട്ട് വീഴുന്നു. ഗാണ്ട് എന്നാണ് കെട്ട്. നമ്മളതിനെ ഇനി അങ്ങനെ യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ എന്ത് സംഭവിക്കുന്നു? അതിന് കെട്ട് വീഴുന്നു. അതിന് നേരത്തെ ആ ഒരു ഒഴുക്കിലുള്ള സ്നേഹം കിട്ടുകയില്ല. എങ്ങനെയായാലും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ അതിന് ആ ഒരു തടസ്സം എന്തായാലും ഉണ്ടായിരിക്കും എന്നാണ് രഹീം പറയുന്നത്. സ്നേഹബന്ധം വളരെ സൂക്ഷ്മമായ ഒരു നൂല് പോലെയാണ്, ഒരു ചരട് പോലെയാണ്. അത് പെട്ടെന്ന് പൊട്ടിക്കരുത്, പൊട്ടിപ്പോവാതെ നോക്കണം. നമ്മൾ ആ സ്നേഹബന്ധം പൊട്ടിക്കാതെ, തകരാതെ അതിനെങ്ങനെ നമ്മളതിനെ തകരാതെ അങ്ങനെ കൊണ്ടുപോകണം മുമ്പോട്ടേക്ക്. കാരണം അത് പൊട്ടിയാൽ വീണ്ടും അത് കെട്ടി മുമ്പോട്ടേക്ക് കൊണ്ടുപോകും. നമ്മൾ അങ്ങനെ വീണ്ടും അത് പൊട്ടിയതിനെ കെട്ടി മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനൊരു തടസ്സമായിട്ട് തന്നെ നിൽക്കും. ആ കെട്ടെപ്പോഴും എന്താണ്? ഒരു തടസ്സമായിട്ട് തന്നെ നിൽക്കും. അത് പഴയ പടി ഒരിക്കലും ആവുകയില്ല എന്നാണ് രഹീം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? വളരെ അർത്ഥവത്തായിട്ടുള്ള ദോഹകളാണ്. അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാ മീനിങ്ങും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശദമായിട്ട് അതിൻ്റെ ദോഹയുടെ മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലാസ് ഒന്ന് രണ്ട് തവണയെങ്കിലും കേൾക്കുക. കാരണം കുറച്ച് പ്രയാസമുള്ളതാണ് ദോഹ എന്ന് പറയുന്നത്. ക്ലാസ് ഒന്ന് 2-3 തവണയെങ്കിലും കേട്ട് പഠിക്കുക. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരാം. എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.